നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഫിസിക്സിലെ ഏറ്റവും അവസാനത്തെ 2 ചാപ്റ്ററുകളിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഓസിലേഷൻ, നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പോവാം. ഓസിലേഷനിൽ നമുക്ക് ആദ്യം അറിയേണ്ട ആള് പീരിയോഡിക് മോഷനാണ്. ആരാണ് പീരിയോഡിക് മോഷൻ എന്ന് നോക്കാം. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ ഇടവേളകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന മോഷനാണ്. മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഇതിന് എക്സാമ്പിളാണ് എർത്തിൻ്റെ മോഷൻ, അതേപോലെ തന്നെ സണ്ണിൻ്റെ മൂണിൻ്റെ മോഷൻ അബൌട്ട് ദ എർത്ത്. ഇതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് വരാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മോഷൻ ഓഫ് എർത്ത് അറൗണ്ട് ദ സൺ അതിനൊരു എക്സാമ്പിളാണ്. നമുക്ക് പീരിയോഡിക് മോഷൻ എന്താണെന്ന് മനസ്സിലായി. മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഒരു കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മോഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് ആവശ്യം ഓസിലേഷനാണ്. എന്താണ് ഓസിലേഷൻ? അത് ഈ പീരിയോഡിക് മോഷനിൽ നിന്ന് എന്താണ് വ്യത്യസ്തമാവുന്നത് എന്ന് നോക്കാം നമുക്ക്. ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷൻ അബൌട്ട് എ ഫിക്സ്ഡ് പോയിന്റ് ആണ്. എന്താ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളത് പറയുന്ന നേരത്ത് ഇങ്ങനെയാണ് പറയുക: ടു ആൻഡ് ഫ്രോ മോഷൻ അബൌട്ട് എ ഫിക്സ്ഡ് പോയിന്റ്. അപ്പോൾ ആരായിരുന്നു പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്? മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ആരായിരുന്നു? ഓസിലേഷൻ ടു ആൻഡ് ഫ്രോം മോഷൻ അബൌട്ട് എ ഫിക്സ്ഡ് പോയിന്റ് ആണ്. അപ്പോൾ അത് കൃത്യമായി ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് മോഷൻ ആണ്. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പീരിയോഡിക് മോഷൻ ആണ്. പക്ഷേ എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേഷൻ ആവണമെന്നില്ല. പീരിയോഡിക് മോഷൻ ആണ് എന്നുള്ളത് കൊണ്ട് എന്താവണമെന്നില്ല? ഓസിലേഷൻ ആവണമെന്നില്ല. അപ്പം എപ്പോഴും അല്ല എന്നല്ല, ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ പെൻഡുലം. ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിന് നമ്മൾ ഒന്ന് ചെറുതായിട്ട് എന്ത് ചെയ്തു? ഒരു ചെറിയ ആംഗിളിൽ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യുന്നത്. ഇതൊരു ഓസിലേഷനാണ്, അതോടൊപ്പം തന്നെ എന്തുമാണ്? പീരിയോഡിക് മോഷനും കൂടെയാണ്. അപ്പോൾ ഇതാണ് ഓസിലേഷനും പീരിയോഡിക് മോഷനും. എന്തായിരുന്നു പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ? മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ടു ആൻഡ് ഫ്രോ മോഷൻ അബൌട്ട് എ ഫിക്സ്ഡ് പോയിന്റ്. നമ്മൾ കോമൺ ആയി കാണുന്ന ഇവിടുത്തെ ഓസിലേഷൻ്റെ എക്സാമ്പിളാണ് സിമ്പിൾ പെൻഡുലം, അല്ലെങ്കിൽ ഒരു സ്പ്രിങ്, ഒരു ലോഡഡ് സ്പ്രിങ്. ആ സ്പ്രിങ്ങിൽ നമ്മൾ ഒരു ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേസ് ചെയ്താൽ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത്. ടു ആൻഡ് ഫ്രോ മോഷൻ അബൌട്ട് എ ഫിക്സ്ഡ് പോയിന്റ്. ഞാൻ ആ പറഞ്ഞ ആ ഫിക്സ്ഡ് പോയിന്റ് വരുന്നത് ഇതാ ഇവിടെ ആയിരിക്കും. ഇതിന് അബൌട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ ഇവിടെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് അബൌട്ട് താഴോട്ടും അതേപോലെ മുകളിലോട്ടും പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇതാണ് ഓസിലേഷൻ എക്സാമ്പിൾ. അപ്പോൾ എല്ലാ ഓസിലേഷനുകളും എന്താണ്? പീരിയോഡിക് മോഷൻ ആണ്. പക്ഷെ എല്ലാ പീരിയോഡിക് മോഷനും എന്താവണം എന്നില്ല? ഓസിലേഷൻ ആവണം എന്നില്ല. അപ്പോൾ എർത്തിൻ്റെ മോഷൻ ഓസിലേഷൻ അല്ല, പക്ഷെ എന്താണ്? പീരിയോഡിക് ആണ്. ഇനി നമുക്കറിയേണ്ട മറ്റൊരു ടേമാണ് ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ടൈം പീരിയഡ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടൈം പീരിയഡ് എന്ന് പറയുന്നത്.
ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ആരാ ടൈം പീരീഡ് എന്ന് പറയുന്നത്? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ കാണിക്കുന്നത് ക്യാപിറ്റൽ ടി എന്നുള്ളത് കൊണ്ടാണ്. അറിയാം നമുക്ക് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. അടുത്തതാണ് നമുക്ക് ഫ്രീക്വൻസി എന്നുള്ള ഒരു ടേം വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞങ്ങൾ ഒന്ന് എന്തായിരുന്നു നമുക്ക് പീരിയോഡിക് മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. എന്തായിരുന്നു? ഓസിലേഷൻ ടു ആൻഡ് ഫ്രോ മോഷൻ അബൌട്ട് എ ഫിക്സ്ഡ് പോയിന്റ്. ആരായിരുന്നു? ടൈം പീരിയഡ്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിയെ നമ്മൾ കാണിക്കുന്നത് ന്യൂ എന്ന സിമ്പിൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എഫ് എന്ന സിമ്പിൾ കൊണ്ടാവാം, ചിലപ്പോൾ എൻ എന്ന സിമ്പിളൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് മെയ്ഡ് ഇൻ 1 സെക്കൻഡ് ആണ്. ആരാണ്? നമ്പർ ഓഫ് ഓസിലേഷൻസ് മെയ്ഡ് ഇൻ 1 സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ എത്ര വട്ടം ഓസിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കാണിക്കുന്നതാണ് ആര്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഫ്രീക്വൻസി. ടൈം പീരിയഡൊക്കെ നമുക്കറിയാം. ആ ഫ്രീക്വൻസിയും ടൈം പീരിയഡും തമ്മിലുള്ള റിലേഷൻ നമ്മൾ മുമ്പ് കണ്ടതാണ് ന്യൂ ഈക്വൽ ടു 1/t. ഫ്രീക്വൻസിയും ടൈം പീരിയഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ന്യൂ ഈക്വൽ ടു ആരാണ്? 1/t ആണ്. ടൈം പീരിയഡിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ഹേർട്സ് ആണ്. ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ആരാണ്? ഹേർട്സ് ആണ്. അല്ലെങ്കിൽ നമുക്കതിനെ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് എഴുതാം, 1/t. ആരായിരുന്നു? പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ആരായിരുന്നു? പീരിയോഡിക് മോഷൻ. അത് കഴിഞ്ഞ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോം മോഷൻ അബൌട്ട് എ ഫിക്സ്ഡ് പോയിന്റ്. ആരായിരുന്നു? ടൈം പീരിയഡ്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. അതേപോലെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് മെയ്ഡ് ഇൻ 1 സെക്കൻഡ്. ഫ്രീക്വൻസിയും ടൈം പീരിയഡും തമ്മിലുള്ള റിലേഷൻ ആരാണ്? ന്യൂ ഈക്വൽ ടു 1/t. നമ്മൾ ക്വസ്റ്റ്യനിൽ കാണുന്നത് 120 RPS. RPS എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻ പെർ സെക്കൻഡ് ആണ് എന്ന് കണ്ടാൽ നമ്മൾ അതിൻ്റെ മീനിങ് ഫ്രീക്വൻസി ഈക്വൽ ടു 120 ഹേർട്സ് എന്നാണ്. ഫ്രീക്വൻസി ഈക്വൽ ടു ആരാണ്? 120 ഹേർട്സ് എന്നാണ്. ചിലപ്പോൾ നമ്മൾ കാണുന്നത് 120 RPM എന്നായിരിക്കും, റെവല്യൂഷൻ പെർ മിനിറ്റ്. അപ്പം ന്യൂ ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 60. ആ മിനിറ്റിനെ സെക്കൻഡിലാക്കണം. അപ്പം നമുക്ക് കിട്ടുന്നത് 2 ഹേർട്സ് എന്നായിരിക്കും. അപ്പോൾ RPSും അതേപോലെ തന്നെ RPMും നമ്മൾ അറിഞ്ഞിരിക്കുക അല്ലേ? RPM ആണ് ഡിവൈഡഡ് ബൈ 60 കൊടുക്കണം നമുക്ക്. ഇതേപോലെ തന്നെയാണ് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള ഒമേഗ, ആംഗുലാർ ഫ്രീക്വൻസി. ഈ ഒമേഗയെ നമുക്ക് ഫ്രീക്വൻസിയുമായി ടൈം പീരീഡുമായിട്ട് റിലേറ്റ് ചെയ്യാം അല്ലേ? ഒമേഗ ഈക്വൽ ടു മുമ്പ് കണ്ടൊരു ഇക്വേഷൻ എന്താണ്? 2π ന്യൂ ആണ്, അല്ലെങ്കിൽ 2π/t ആണ്. നോക്കൂ, ഇതാണ് നമ്മൾ ഓസിലേഷൻ്റെ ആദ്യ ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഒന്നെന്തായിരുന്നു? പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ആരായിരുന്നു? ഓസിലേഷൻ ടു ആൻഡ് ഫ്രോം മോഷൻ അബൌട്ട് എ ഫിക്സ്ഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഈ ഓസിലേഷന് നമ്മൾ കാണുന്ന എക്സാമ്പിൾ ആരൊക്കെയാ? ഒന്ന് സിമ്പിൾ പെൻഡിലാണ്, മറ്റൊന്ന് ആരാണ്? ഈ സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ ആണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് ടൈം പീരിയഡ്, ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ആരായിരുന്നു? ഫ്രീക്വൻസി. നമ്പർ ഓഫ് ഓസിലേഷൻസ് മെയ്ഡ് ഇൻ 1 സെക്കൻഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീക്വൻസിയും ടൈം പീരിയഡും തമ്മിലുള്ള റിലേഷൻ കണ്ടു, ന്യൂ ഈക്വൽ ടു 1/t. 120 RPS എന്ന് കണ്ടാൽ ഫ്രീക്വൻസി ഈക്വൽ ടു 120 ഹേർട്സ് ആണ്. 120 RPM എന്ന് കണ്ടാൽ 120/60 ഈക്വൽ ടു 2 ഹേർട്സ് എന്നാണ് നമ്മൾക്ക് കിട്ടുക. ഒമേഗയുമായിട്ടുള്ള റിലേഷൻ, ഒമേഗ നമുക്ക് ആംഗുലാർ ഫ്രീക്വൻസി എന്ന് വിളിക്കാമാണെങ്കിൽ ഒമേഗ ഈക്വൽ ടു ആരാ? 2π ന്യൂ ഈക്വൽ ടു ആരാണ്? 2π/t ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു പോർഷനിലേക്ക് പോവുകയാണ്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. അതാണ് SHM. ആരാണ് SHM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കുട്ടികൾ പറയും സിമ്പിൾ ഹാർമോണിക് മോഷൻ.
നമുക്കതിൻ്റെ ഒരു ഫുൾ ഫോം അല്ല വേണ്ടത്. സിമ്പിൾ ഹാർമോണിക് മോഷനാണ് SHM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ബോഡിയുടെ മോഷനിൽ അതിൻ്റെ ഫോഴ്സ് നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ആ മോഷൻ SHM ആയിരിക്കും. അതൊരു ഓസിലേഷനാണ്. SHM എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഓസിലേഷനാണ്. ഇൻ വിച്ച് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നെഗറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓർ ഫോഴ്സിന് പകരം നമുക്ക് ആക്സലറേഷൻ എന്ന് കൊടുക്കാം. അത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ആരാണ് ഓസിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം SHM. ആരാണെന്ന് ചോദിച്ചാൽ പറയാം എന്ത്? ഇറ്റ് ഈസ് ആൻ ഓസിലേഷൻ. അതൊരു ഓസിലേഷൻ തന്നെയാണ്. ഇൻ വിച്ച് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ force is directly proportional to the negative of the displacement. Proportional to the negative of the displacement. അതെന്താണ് അതിൻ്റെ മീനിങ് എന്ന് നമുക്ക് നെഗറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞത്? SHM എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓസിലേഷൻ ഇൻ വിച്ച് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. F directly proportional to -x എന്നോ F directly proportional to -y എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും നമ്മൾ. ആ ഫോഴ്സിന് പകരം വേണമെങ്കിൽ ആരെ കൊടുക്കാം? ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് കൊടുക്കാം വേണമെങ്കിൽ. ഇനി എന്താണ് നമുക്ക് ആ നെഗറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം ഞാനിതിനൊരു എക്സാമ്പിൾ പറയട്ടെ. ആ എക്സാമ്പിളിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. സ്മോൾ ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. വളരെ ചെറിയ ആട്ടമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ വളരെ ചെറിയ ആംഗിളിൽ ആട്ടുന്ന സമയത്ത് അതെന്തായിരിക്കും? അതിൻ്റെ മോഷൻ SHM ആയിരിക്കും. സ്മോൾ ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. അതേപോലെ തന്നെ സ്മോൾ ഓസിലേഷൻ ഓഫ് എ സ്പ്രിംഗ്. ഇത് രണ്ടും SHM ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിൽ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായിരുന്നു SHM എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ ഓസിലേഷൻ ഇൻ വിച്ച് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നെഗറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓർ ആക്സലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ആ നെഗറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു സ്പ്രിംഗ് ഉണ്ട്. ആ സ്പ്രിങ്ങിലെ ബ്ലോക്കിനെ ഞാൻ ഇങ്ങോട്ട് വലിച്ചു നീട്ടിയാൽ അതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങോട്ട് വലിച്ചു നീട്ടുകയാണെങ്കിൽ ആ ബ്ലോക്ക് അങ്ങോട്ടാണ് പോകുന്നത് അല്ലേ? പക്ഷേ ആ സ്പ്രിങ് കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. അതിനിങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ എഫും എക്സും ഓപ്പോസിറ്റ് ആണെന്നർത്ഥം. അതിനെയാണ് നമ്മൾ F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x എന്ന് പറയുന്നത്. ഇനി അതേ സ്പ്രിങ് നോക്കൂ നിങ്ങൾ. ആ സ്പ്രിങ്ങിനെ ഞാൻ ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കംപ്രസ് ചെയ്തു. അപ്പോൾ ആ ബ്ലോക്കിന് ഉണ്ടാകുന്ന X എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്. അപ്പോൾ ആ സ്പ്രിങ് അങ്ങോട്ട് തള്ളും. അപ്പോൾ അതിന് F എന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പോൾ F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x ആണ് എന്ന് പറയാം. അതേപോലെ നമ്മൾ ഒരു സിമ്പിൾ പെൻഡുലം എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു സിമ്പിൾ പെൻഡുലം ഇതാണ് അതിൻ്റെ ആ നേരെ താഴെ വരുന്ന മെയിൻ പൊസിഷൻ എന്ന് പറയുന്ന പോയിന്റ് എങ്കിൽ ഇതിനെ ഞാൻ ദാ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അതിന് അങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അതിന് ഇങ്ങോട്ട് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് പറയുന്നത്? -x എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് SHM എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഓസിലേഷൻ ഇൻ വിച്ച് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓർ ആക്സലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നെഗറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ആ SHM എന്നുള്ള ആ കൺസെപ്റ്റ് മറക്കാതിരിക്കുക. അതിൻ്റെ ആ ഡെഫിനിഷനും കാര്യങ്ങളും.
അപ്പോൾ ഏതൊരു മോഷൻ നമുക്ക് തന്നു കഴിഞ്ഞാലും അത് SHM ആണോ എന്ന് തീരുമാനിക്കുന്നത് F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x എന്നോ അല്ലെങ്കിൽ എന്ത് A ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x എന്നോ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? SHM ആയിരിക്കും. ഇതാണ് ഒരു SHMൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ബോഡി SHMലാണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അതാണ്. ഇനി നമ്മൾ ചില പാരാമീറ്റേഴ്സ് അറിഞ്ഞിരിക്കണം. SHMൽ ചില പ്രത്യേക രീതിയിൽ നമ്മൾ എടുക്കുന്ന പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് എടുക്കുന്നത് അത് ഓരോന്നും അറിഞ്ഞിരിക്കണം. നോക്കാം നമുക്ക്. നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് സംഗതി. ഒന്ന്, ഒരു ഓസിലേഷനെ സംബന്ധിച്ചിടത്തോളം 2 പൊസിഷൻസ് നമ്മൾ സാധാരണ പറയും. ഒന്ന് എക്സ്ട്രീം പൊസിഷൻ എന്നും മറ്റൊന്ന് മീൻ പൊസിഷൻ എന്നും. അപ്പോൾ ആരാണ് എക്സ്ട്രീം പൊസിഷൻ എന്ന് ചിലപ്പോൾ നമ്മൾക്ക് ആലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു സിമ്പിൾ പെൻഡിലാണെങ്കിൽ ഇത് ഇങ്ങേ അറ്റത്ത് വന്ന ഈ പോയിന്റിനെ നമ്മൾ എക്സ്ട്രീം പൊസിഷൻ എന്നും അതേപോലെ ഈ ഭാഗത്തുള്ളതിനെ മറ്റൊരു എക്സ്ട്രീം പൊസിഷനാണ്. ഇതിൻ്റെ ഈ ഇക്വിലിബ്രിയം പൊസിഷനാണ് നമ്മൾ മീൻ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓസിലേഷൻ നിൽക്കുകയാണെങ്കിൽ എവിടെ വന്ന് നിൽക്കും? ഈ പോയിന്റിലാണ് വന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് 2 പോയിന്റുകളാണുള്ളത്. ഒന്ന് എക്സ്ട്രീം പൊസിഷനാണ്, അടുത്തത് ആരാണ്? മീൻ പൊസിഷനാണ്. ഇനി നമുക്ക് ചില കാര്യങ്ങൾ. ഒന്ന്, ഒരു SHMലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നൊന്നറിയണം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് മെഷേർഡ് ഫ്രം മീൻ പൊസിഷൻ ആണ്. എന്താ പറഞ്ഞത്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് മെഷേർഡ് ഫ്രം മീൻ പൊസിഷൻ ആണ്. മീൻ പൊസിഷനാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുക. ആ കാര്യം നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ്. ഇതാണ് മീൻ പൊസിഷൻ എന്ന് കരുതുക. ഇതാണ് ആര്? എക്സ്ട്രീം പൊസിഷൻസും. എങ്കിൽ ഒരാൾ ഇങ്ങോട്ട് 3 മീറ്റർ പോയി എങ്കിൽ ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് 3 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇത് ടോട്ടല് നമുക്കൊരു 5 മീറ്റർ ആണ്. ഞാൻ ഇതേ പിക്ചറിൽ മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇവിടുന്ന് ഒരാൾ 3 മീറ്റർ പോയി എന്ന് കരുതുക. അങ്ങനെ 3 മീറ്റർ പോയാൽ ഇവിടുന്നാണ് അയാൾ തുടങ്ങിയത്. ഒന്ന് ഞാൻ പറഞ്ഞു ഇവിടുന്നാണ്, മറ്റൊന്ന് ഇവിടുന്നാണ് തുടങ്ങിയതെങ്കിൽ ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് 3 മീറ്റർ അല്ല, മറിച്ച് 2 മീറ്റർ ആണ്. ഇതാണ് ആ പറഞ്ഞതിൻ്റെ മീനിങ്. നമ്മൾ അയാൾ എവിടെയാണോ ഫൈനലി വന്ന് നിൽക്കുന്നത് ആ പോയിന്റിലേക്ക് മീൻ പൊസിഷൻ എന്നുള്ള ഡിസ്റ്റൻസ് നോക്കണം. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് മെഷേർഡ് ഫ്രം മീൻ പൊസിഷൻ. മീൻ പൊസിഷനാണ് നമ്മൾ എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളോട്, ഇങ്ങനെയാണ് ആദ്യം ഒരാൾ ഇങ്ങോട്ടാണ് പോയത് അല്ലേ? അപ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എവേ ഫ്രം ദ മീൻ പൊസിഷനാണ്. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഒരാൾ ഇവിടുന്നാണ് പോയത്. അങ്ങനെ പോകുമ്പോൾ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ആ മീൻ പൊസിഷനാണ് നമ്മൾ മെഷർ ചെയ്യുക. അയാൾ 3 മീറ്റർ ആയിരിക്കും സഞ്ചരിച്ചത്, പക്ഷെ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മീൻ പൊസിഷന് എത്ര അകലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അയാൾ പോയത് 3 മീറ്റർ ആണെങ്കിലും അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 2 മീറ്റർ ആണ്. ഇനി മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാവും, ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എപ്പോഴും ഇവിടുന്ന് തുടങ്ങുക. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എപ്പോഴും എവേ ഫ്രം ദ മീൻ പൊസിഷൻ ആണ്. എന്താണ്? എവേ ഫ്രം ദ മീൻ പൊസിഷൻ. അപ്പോൾ ആ പിക്ചറിൽ നിങ്ങൾക്ക് ആ എക്സാമ്പിൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് എവേ ഫ്രം ദ മീൻ പൊസിഷൻ. ആരാണ്? ഈസ് ഓൾവേസ് എവേ ഫ്രം ദ മീൻ പൊസിഷൻ ആണ്. നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് മെഷേർഡ് ഫ്രം മീൻ പൊസിഷൻ. അടുത്തത് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് എവേ ഫ്രം ദ മീൻ പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഫോഴ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആക്സിലറേഷൻ. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്
ഓർ ആക്സിലറേഷൻ. ഫോഴ്സ് ആയാലും ശരി ആക്സിലറേഷൻ ആയാലും ശരി അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ ആണ്. ഓക്കെ, എന്താണ് അതിൻ്റെ മീനിങ് എന്ന് നമ്മൾക്ക് മുമ്പ് മനസ്സിലായതാണ്. ശരിക്ക് ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ ഇങ്ങനെ വെച്ചു. ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മെയിൻ പൊസിഷനാണിത്. ആ സിമ്പിൾ പെൻഡുലം ഇവിടെ എത്തിയാൽ അതിന് ഇങ്ങോട്ട് പോകാനാണ് ടെൻഡൻസി. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചാൽ ഇങ്ങോട്ട് പോകാനാണ് ടെൻഡൻസി. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. എന്നാൽ എക്സോ ഇതുമായിട്ട് ഇവിടെയാണ് അത് നിൽക്കുന്നതെങ്കിൽ എക്സ് ഇങ്ങോട്ടാണ്. എക്സ് ഇങ്ങോട്ടാണ്. എഫും എക്സും എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് എവേ ഫ്രം ദ മെയിൻ പൊസിഷൻ ആണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓർ ആക്സിലറേഷൻ ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദ മെയിൻ പൊസിഷൻ ആണ്. ഇതാണ് നമുക്ക് ഫോഴ്സിൻ്റെയും ആക്സിലറേഷൻ എക്സ് ഇവരുടെയൊക്കെ നമുക്ക് ഡയറക്ഷൻ കിട്ടി. ഇനി നമ്മൾക്ക് അവിടെ അഡീഷണൽ ആയിട്ട് വേറെ വേണ്ടത് വെലോസിറ്റി ആണ്. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി എന്ന് പറയുന്ന ആള് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് ഓൾവേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. എങ്ങനെയാണ്? ഈസ് ഓൾവേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ്. എങ്ങോട്ടാണോ ആ ബോഡി പോകുന്നത് ആ ഡയറക്ഷനിലായിരിക്കും വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. അത് നോക്കൂ നിങ്ങൾ. ഇത് ഒരു സിമ്പിൾ പെൻഡിലാണ്. ആ സിമ്പിൾ പെൻഡിൽ ഞാൻ ഇവിടുന്ന് ഒന്നാണ് തട്ടിക്കഴിഞ്ഞാൽ ആ ബോബ് ഇപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് മോഷൻ. ആ എക്സ്ട്രീം പൊസിഷനിലോട്ടാണ് പോകുന്നതെങ്കിൽ ആ ഡയറക്ഷനിലാണ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ആ ഡയറക്ഷനിലാണ് എക്സ്, കാരണം എക്സ് ഈസ് ഓൾവേസ് മെഷേർഡ് ഫ്രം മെയിൻ പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സോ അത് ഇങ്ങോട്ടാണ്. ഇനി അപ്പോൾ നമ്മൾക്ക് പല കാര്യങ്ങളുണ്ട് അല്ലേ. ഇവിടെ എക്സും വിയും ഒരേ ഡയറക്ഷനാണ്. അതിന് രണ്ടിനും ഓപ്പോസിറ്റ് ആണ് എഫ് എന്ന് പറയുന്നത്. ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. ഇത് എക്സ്ട്രീം പൊസിഷനിലെത്തിയിട്ട് ആ ബോഡി ഇതാ ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. ഇതാണ് മോഷൻ. അതാണ് മോഷൻ എങ്കിൽ അതേ ഡയറക്ഷനിലാണ് ആര്? വെലോസിറ്റി. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഇതാ ഇങ്ങോട്ടാണ് എക്സ്. ഫോഴ്സ് എപ്പോഴും ടുവാർഡ്സ് ദ മെയിൻ പൊസിഷനാണ്. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ എഫും വി ഒരേ ഡയറക്ഷനിലാണ്, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് ആര്? എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ 3 ഡയറക്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് എക്സ് എന്ന് പറയുന്നത് എവേ ഫ്രം ദ മെയിൻ പൊസിഷനാണ്. എഫ് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ആള് ടുവാർഡ്സ് ദ മെയിൻ പൊസിഷനാണ്. അടുത്തത് നമുക്ക് വേണ്ടത് വെലോസിറ്റി ആണ്. ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ്. ഇതിൽ തന്നെ ഈ എക്സും അല്ലെങ്കിൽ എഫ് കോമ എ ഇത് ഓൾവേസ് ഓപ്പോസിറ്റ് ആയിരിക്കും. എപ്പോഴും ഓപ്പോസിറ്റ് ആയേ മതിയാവും. ഇനി നമ്മൾ ബാക്കിയുള്ള രണ്ടാളുകളെ കമ്പയർ ചെയ്താൽ എക്സും വിയും അത് ഓപ്പോസിറ്റ് ആവാം, സെയിം ആവാം. അതേപോലെ തന്നെ എഫും വിയും, എഫ് എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ അടക്കം, എഫും വിയും ഓപ്പോസിറ്റ് ആവാം, സെയിം ആവാം. ഇതൊക്കെയാണ് ഇവിടുത്തെ സാധ്യതകൾ. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ്, ആക്സിലറേഷൻ, വെലോസിറ്റി ഇവരുടെ ഡയറക്ഷൻസിനെ പറ്റിയിട്ട് നമ്മൾക്ക് ആദ്യം ഒരു ധാരണ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഇത്ര മാത്രമാണ്. ഒന്ന്, പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അതേപോലെ തന്നെ ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷൻ എബൌട്ട് എ ഫിക്സ്ഡ് പോയിന്റ് ആണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് എന്തായിരുന്നു? ടൈം പീരിയഡ് ആണ്. ടൈം പീരിയഡ് എന്ന് പറയുന്നത് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് മെയ്ഡ് ഇൻ 1 സെക്കൻഡ് ആണ്. 120 RPS എന്ന് പറഞ്ഞാൽ 120 ഹെർട്സ് ആണ്. 120 RPM എന്ന് പറഞ്ഞാൽ 120/60 = 2 ഹെർട്സ് ആണ്.
ഒമേഗ ഈക്വൽ ടു 2π അല്ലെങ്കിൽ 2π/t എന്ന് എഴുതാം. SHM എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓസിലേഷൻ ഇൻ വിച്ച് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓർ ആക്സലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് കുറച്ച് പാരാമീറ്റേഴ്സ് ആയിരുന്നു അല്ലേ. പാരാമീറ്റേഴ്സിൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് മെഷേർഡ് ഫ്രം mean position അല്ലെങ്കിൽ direction of displacement is always away from the mean position, direction of force or acceleration is always towards the mean position, direction of velocity is always in the direction of motion. ഇതിൽ എക്സും എഫും അല്ലെങ്കിൽ എ ഇത് എപ്പോഴും ഓപ്പോസിറ്റ് ആണെങ്കിൽ വെലോസിറ്റി ബാക്കിയുള്ളവരുമായിട്ട് ഓപ്പോസിറ്റ് ആവാം, സെയിം ആവാം, ഏതും സംഭവിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് SHMലെ പാരാമീറ്റേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഒരു SHMൻ്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് യൂണിഫോം സർക്കുലാർ മോഷനുമായി SHMന് എന്ത് റിലേഷനാണ് ഉള്ളതെന്നറിയണം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഗതി യൂണിഫോം സർക്കുലാർ മോഷനും അതേപോലെ തന്നെ SHMഉം തമ്മിൽ ഒരു റിലേഷനുണ്ട്. അതെന്താണെന്ന് നോക്കാം നമുക്ക്. നമ്മൾ ഒരു ബോഡി യൂണിഫോം സർക്കുലാർ മോഷനിലാണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ യൂണിഫോം സർക്കുലാർ മോഷനിലുള്ള ബോഡി അതാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഈ ബോഡി മോഷനിലായിരിക്കെ അതിൻ്റെ നിഴലിൻ്റെ മോഷൻ, ആ ബോഡിയുടെ മോഷനല്ല, മറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിഴലിൻ്റെ മോഷനാണ്. അപ്പോൾ എവിടെയാണ് നിഴലെടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ അവിടെ പറയണം. നമ്മൾ ആ നിഴലെടുക്കുന്നത് ഡയമീറ്ററിന് എബൌട്ടാണ്. അപ്പോൾ നമ്മൾ രണ്ട് മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് ആ ബോഡിയുടെ മോഷൻ, മറ്റൊന്ന് ആ ബോഡിയുടെ പ്രൊജക്ഷൻ്റെ മോഷൻ. സപ്പോസ് നമുക്ക് ആ ബോഡി ഇതാ ഇവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നിഴൽ അവിടെ തന്നെയാണ് വരിക. ആ ബോഡി മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നിഴലിതാ ഇവിടുന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും, ഇതിന് നേരെ താഴ്ഭാഗത്ത്. അതേപോലെ ആ ബോഡി ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ നിഴൽ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ നിഴലിൻ്റെ മോഷൻ നോക്കൂ, ഇങ്ങോട്ടാണ് വന്നത്. അങ്ങനെ ആ ബോഡി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ നിഴൽ ഇതാ ഇവിടെ എത്തി. അപ്പോൾ ആ ബോഡി യൂണിഫോം സർക്കുലാർ മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ നിഴലിതാ ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇനി തിരിച്ച് താഴോട്ടെത്തുന്ന സമയത്ത് നോക്കിയാൽ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ നിഴൽ ഇവിടെയാണ് വരിക. അതേപോലെ ഇവിടെ എത്തുമ്പോൾ ഇവിടെ വരും. എന്ന് പറഞ്ഞാൽ നിഴൽ ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇത് റിപ്പീറ്റ് ചെയ്താൽ യൂണിഫോം സർക്കുലാർ മോഷനിലുള്ള ബോഡിയുടെ പ്രൊജക്ഷൻ്റെ മോഷൻ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതൊരു SHM ആയിരിക്കും. ബോഡി എന്തിലാണ്? യൂണിഫോം സർക്കുലാർ മോഷനിലാണെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻ എബൌട്ട് എനി ഡയമീറ്റർ ഈസ് എൻ SHM. ഇതാണ് ആ റിലേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആ റിലേഷൻ ചോദിച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ പറയാം, മോഷൻ ഓഫ് ദ പ്രൊജക്ഷൻ ഓഫ് എ ബോഡി. എങ്ങനെ പറയാം? മോഷൻ ഓഫ് ദ പ്രൊജക്ഷൻ ഓഫ് എ ബോഡി ഇൻ യൂണിഫോം സർക്കുലാർ മോഷൻ എബൌട്ട് എനി ഡയമീറ്റർ ഈസ് എൻ SHM. ഈ ഒരു ഐഡിയ കിട്ടിയാലാണ് നമുക്ക് SHMൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻസ് ഒന്ന് നോക്കാം. ആരുടെ? SHMൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടിയാൽ എല്ലാം കിട്ടും, ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അത് ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് ആ യൂണിഫോം സർക്കുലാർ മോഷൻ നോക്കാം. അതിൽ ആ പ്രൊജക്ഷൻ്റെ മോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടുന്ന് ഇവിടെ വരെ ആണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പോലെ ആരൊക്കെയായിരിക്കും ഈ പോയിൻ്റ്? ഇത് എക്സ്ട്രീം പോയിൻ്റാണ്. ഇതും ആരെന്നെയാണ്? എക്സ്ട്രീം പോയിൻ്റാണ്. ഇത് മീൻ പൊസിഷനാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബോഡി ഈ എക്സ്ട്രീം പൊസിഷനിലാണ് തുടങ്ങുന്നതെങ്കിൽ ഇതിന് കിട്ടുന്ന ഒരു എക്സിൻ്റെ ഇക്വേഷൻ ഉണ്ടാവും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ. അത് ഇവിടുന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു x2 ഉണ്ടാവും. ഇവിടുന്നാണ് തുടങ്ങുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു x3 ഉണ്ടാവും. ഇങ്ങനെയൊക്കെ 3 പൊസിഷനേ തുടങ്ങാൻ പറ്റുള്ളൂ? അല്ല, ഇവിടുന്നും തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ
തുടങ്ങാൻ പറ്റിയ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ടാവും. എവിടുന്നാണോ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ അതിനനുസരിച്ച് എക്സ് മാറും. ഞാനിവിടെ എഴുതിയ x1 നോട്ട് ഈക്വൽ ടു x2 നോട്ട് ഈക്വൽ ടു x3. ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 3 എക്സുകളുടെയും ഇക്വേഷൻസ് 3 വിധത്തിലാണ് വരിക. അപ്പം ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് SHMലെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എക്സ് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ ആ എക്സ് സ്റ്റാർട്ടിംഗ് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യും. അതിനനുസരിച്ചാണ് നമ്മൾ ഇക്വേഷൻ വരിക. ഞാനൊരു ഇക്വേഷൻ പറയാം, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം എക്സ് ഈക്വൽ ടു ഒരു എ സൈൻ ഒമേഗ ടി എന്നൊരു ഇക്വേഷൻ, അടുത്തത് എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷൻ. ഇത് രണ്ടും SHMൻ്റെ ഇക്വേഷനാണ്. പക്ഷേ എന്താണ് ഇതിലെ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ വ്യത്യാസമുണ്ട്. ഇതിൽ തന്നെ എക്സ് ഈക്വൽ ടു മൈനസ് എ സൈൻ ഒമേഗ ടി ഇതാണ് ഇക്വേഷൻ എന്ന് കരുതും, മാറി, സ്റ്റാർട്ടിംഗ് പൊസിഷൻ മാറി. എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് π/3 എന്നൊരു ഇക്വേഷൻ വന്നു, സ്റ്റാർട്ടിംഗ് പൊസിഷൻ മാറിയതാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പൊസിഷൻ മാറുന്നതിനനുസരിച്ച് SHMൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ മാറിപ്പോവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ സ്റ്റാർട്ടിംഗ് പൊസിഷൻ അനുസരിച്ചിട്ട് എക്സിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുക എന്നറിയണം. സാധാരണ രീതിയിൽ ആ പോയിന്റ് നമ്മൾ വിട്ടുപോയിട്ട് നമുക്ക് SHMൻ്റെ ഇക്വേഷൻ ഒന്നുകിൽ സൈൻ അല്ലെങ്കിൽ കോസ് എന്നുള്ള രീതിയിൽ കേട്ട് അതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാൻ മറന്നുപോകും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിംഗ് പൊസിഷൻ മാറുന്നതിനനുസരിച്ച് SHMൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ മാറിപ്പോകും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം സ്റ്റാർട്ടിംഗ് ഫ്രം മീൻ പൊസിഷൻ ആണ് എന്ന് കരുതാം. തുടങ്ങുന്നത് എവിടെ നിന്നാണ്? മീൻ പൊസിഷനാണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം നമുക്ക്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർക്കിൾ. അതിൽ ഡയമീറ്ററിന് അക്രോസ് ആണല്ലോ നമ്മുടെ SHMൻ്റെ മോഷൻ വരുന്നത്. തുടങ്ങിയത് ഇവിടുന്നാണ്, അതാണ് മീൻ പൊസിഷൻ. അങ്ങനെ ആ ബോഡി മൂവ് ചെയ്തതാ ഇവിടെ വരെ എത്തി എന്ന് കരുതുക. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും എവിടുന്ന് മെഷർ ചെയ്തേ മതിയാവും, മീൻ പൊസിഷൻ. അപ്പോൾ ഞാൻ ഈ മീൻ പൊസിഷനിൽ മെഷർ ചെയ്താൽ ആ കാണിച്ച ആരോ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്. അത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതോടുകൂടെ SHMൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സർക്കിളിൻ്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നതിന് നമ്മൾ എ എന്നെടുക്കാം. മാക്സിമം വാല്യൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. റേഡിയസ് എത്രയാണ്? എ എന്നാണ് കൊടുത്തത്, 6 അല്ല. ഇവിടുന്നാണ് ആ SHM സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ബോഡിയുടെ ഓസിലേഷൻ തുടങ്ങിയത് ഇവിടുന്നാവണം. ആ യൂണിഫോം സർക്കുലാർ മോഷൻ തുടങ്ങിയത് ഈ പോയിന്റിൽ നിന്നാവണം. എന്നാലേ ആ നിഴൽ ഇവിടുന്ന് തുടങ്ങുള്ളൂ. അങ്ങനെ ഈ തുടങ്ങിയ പൊസിഷനെ നമ്മൾ പലപ്പോഴും t ഈക്വൽ ടു 0 എന്ന് കാണും. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിനെ കാണിക്കാനാണ് നമ്മൾ t ഈക്വൽ ടു എന്ത് കൊടുക്കുന്നത്? 0. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ബോഡി കറങ്ങിയിട്ട് ഇതാ ഇവിടെ എത്തിയെന്ന് കരുതുക. ആ എത്തിയ പോയിന്റിന് നമ്മൾ t ഈക്വൽ ടു t എന്ന് കൊണ്ട് കാണിച്ചു. അപ്പോൾ ഇവിടെയാണ് എത്തിയതെങ്കിൽ അതിൻ്റെ നിഴലാണ് നമ്മുടെ SHM. അപ്പോൾ ആ നിഴൽ ഞാനെടുത്തു. ആ നിഴലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ റേഡിയസ് എന്ന് പറയുന്ന ആൾ ഇതാണ് വരിക. അത് നമ്മൾ എത്രയാണ് കൊടുത്തത്? എ. എത്രയാണ് കൊടുത്തത്? എ. ഞാൻ ആ എ ഇവിടെ കാണിക്കുന്നുണ്ട്. റേഡിയസ് എ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഇവിടെ തിരിഞ്ഞ ആംഗിള് ഇവനാണ്. ഇതാണ് തിരിഞ്ഞ ആംഗിള്. അത് തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ ആയിരിക്കും. ഈ റേഡിയസ് എത്രയാ? എ.
ഈ ട്രയാങ്കിൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. ആ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് എ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് ഇവനാണ്. ഈ ആംഗിൾ എത്രയാണ്? 90 മൈനസ് തീറ്റ. അപ്പോൾ ഈ എയിൽ നിന്ന് എക്സ് കാണാൻ ഇത് എ ആണെങ്കിൽ ഇവിടെ ഒരു തീറ്റ ഉണ്ടെങ്കിൽ എ കോസ് ഓഫ് ആ ആംഗിളാണ് വരിക. അത് നമ്മൾ വെക്ടറിൽ കണ്ടതാണ്. ഇത് എ ആണെങ്കിൽ ഇത് എ കോസ് ഓഫ് ആണ് എക്സ് വരിക. ആ ആംഗിൾ എത്രയാണ്? 90 മൈനസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ എക്സിന് ഞാനൊരു ഇക്വേഷൻ എഴുതാൻ പോവാം. എന്താ വരിക? എ കോസ് ഓഫ് ആ ആംഗിൾ എത്രയാണ്? 90 മൈനസ് തീറ്റ. അപ്പോൾ 90 മൈനസ് തീറ്റ കൊടുത്താൽ അത് സൈനാണ്. എ സൈൻ തീറ്റ എന്നാണ് വരിക. എ സൈൻ തീറ്റ. ഇനി അവിടെ നമുക്ക് മാറ്റാവുന്ന മറ്റൊരു കാര്യം, നമുക്ക് എസ് ഈക്വൽ ടു വി ടി എന്ന ഇക്വേഷൻ നമ്മൾ യൂണിഫോം മോഷനിൽ കണ്ടിട്ടുണ്ട്. യൂണിഫോം സർക്കുലാർ മോഷൻ ആണെങ്കിൽ മാത്രം, എന്താ പറഞ്ഞേ? യൂണിഫോം സർക്കുലാർ മോഷൻ ആണോ? ആണ്. യൂണിഫോം സർക്കുലാർ മോഷൻ ആണെങ്കിൽ മാത്രം എന്തെഴുതാം? തീറ്റ ഈക്വൽ ടു ഒമേഗ ടി, അല്ലെങ്കിലോ ഒമേഗ ഡി തീറ്റ ബൈ ഡി ടി എഴുതണം. അപ്പോൾ അത് യൂണിഫോം സർക്കുലാർ മോഷനിലായതുകൊണ്ട് മാത്രം എനിക്ക് തീറ്റ ഈക്വൽ ടു എന്തെഴുതാം? ഒമേഗ ടി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എ സൈൻ ഒമേഗ ടി എന്നാണ് വരിക. അപ്പോൾ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണെങ്കിൽ ആ എസ് എച്ച് എം എവിടുന്ന് തുടങ്ങിയേ മതിയാവും? മീൻ പൊസിഷൻ. ആ കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടി. അത് നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? മീൻ പൊസിഷൻ എന്നാണ്. മീൻ പൊസിഷൻ എന്നാണ് തുടങ്ങുന്നതെങ്കിൽ മാത്രം എക്സ് ഈക്വൽ ടു ആരാ? എ സൈൻ ഒമേഗ ടി. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ നമുക്ക് മനസ്സിലാവണം അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എവിടുന്നാണ്? മീൻ പൊസിഷൻ എന്നാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കണം. ഇനി നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ ആ സർക്കിളിൽ മൂവ് ചെയ്യുമ്പോൾ ഇവിടുന്ന് തുടങ്ങി മാക്സിമം ഇതുവരെ പോകാൻ പറ്റുള്ളൂ. അതാരാ? അപ്പോൾ എക്സ് ഈക്വൽ ടു ആരാവും? എ ആവും. അപ്പോൾ ആരാണ് എ എന്ന് ചോദിച്ചാൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതിനെ നമ്മൾ വിളിക്കും ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ എ സൈൻ ഒമേഗ ടിയിൽ എ എന്ന് പറയുന്ന ആളാരാണ്? ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി നോക്കൂ, ഇപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടത് ഇങ്ങനെയാണ്. എക്സ് ഈക്വൽ ടു ആരാണ്? എ സൈൻ ഒമേഗ ടി. ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന ഇക്വേഷൻ എപ്പോഴാണ് വരിക എന്നുള്ളതാണ്. അതെപ്പോഴാണ് വരിക എന്നറിയോ? എക്സ്ട്രീം പൊസിഷൻ എന്നാണ് എസ് എച്ച് എം തുടങ്ങുന്നതെങ്കിൽ അതാണ് എക്സ് ഈക്വൽ ടു എന്ത് വരിക? എ കോസ് ഒമേഗ ടി. എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഇതാണ് യൂണിഫോം സർക്കുലാർ മോഷനിലുള്ള ബോഡി. അതിൻ്റെ ഡയമീറ്ററിലുള്ളതാണ് എസ് എച്ച് എം, അതിൻ്റെ പ്രൊജക്ഷൻ്റെ മോഷൻ. അതെങ്ങാനും ഇവിടുന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഞാൻ കൊടുക്കും ടി ഈക്വൽ ടു 0. അത് ഇവിടെ എത്തിയാൽ ഞാൻ അതിന് പറയും ടി ഈക്വൽ ടു ടിയിൽ ആ പൊസിഷനിലാണ്. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിന്ന് ഇങ്ങോട്ട് ഞാൻ അടയാളപ്പെടുത്തുന്നത് എ ആയിരിക്കും. ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അതാണ് ഈ എസ് എച്ച് എമ്മിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിൻ്റെ പ്രൊജക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങോട്ടാണ് ഇത് വന്നത് അല്ലേ? ഇങ്ങോട്ടാണ് വന്നത്. ഞാൻ ആ റെഡിൽ അടയാളപ്പെടുത്തിയതാണോ ഡിസ്പ്ലേസ്മെൻറ്റ്? അല്ല. എന്താ കാരണം? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൾവേസ് മെഷേർഡ് ഫ്രം മീൻ പൊസിഷൻ. ഈ കാണിച്ചതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ തിരിഞ്ഞ ആംഗിള് തീറ്റയാണെങ്കിൽ ഇത് എ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ എന്ന് എഴുതാം. തീറ്റയെ നമുക്ക് മാറ്റിയിട്ട് കോസ് ഒമേഗ ടി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ആയി. അപ്പോൾ എവിടുന്നാണ് തുടങ്ങിയതെങ്കിൽ എക്സ്ട്രീം പൊസിഷൻ എന്നാണ് തുടങ്ങിയതെങ്കിൽ എക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? എ കോസ് ഒമേഗ ടി. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്നാരാ? എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. അടുത്തതാരാ? എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി.
എക്സ് ഈക്വൽ ടു ആരാണ്? എ കോസ് ഒമേഗ ടി. ഇതാണ് മീൻ പൊസിഷനും എക്സ്ട്രീം പൊസിഷനും തുടങ്ങുകയാണെങ്കിൽ എസ് എച്ച് എമ്മിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത് ഇവരാണ്. മറക്കാതിരിക്കുക. എന്തായിരുന്നു മീൻ പൊസിഷന്? എ സൈൻ ഒമേഗ ടി. അടുത്തതോ എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിൽ ഞാൻ വീണ്ടും കാണിക്കട്ടെ. ഇതേതാ പൊസിഷൻ? മീൻ പൊസിഷൻ ആണ്. അത് എക്സ് ഈക്വൽ ടു എത്രയാണ്? 0. ഇതേതാ പൊസിഷൻ? ഇത് എക്സ് ഈക്വൽ ടു പ്ലസ് എ ആണ്. ഇതേതാ പൊസിഷൻ? അത് എക്സ് ഈക്വൽ ടു മൈനസ് എ ആണ്. അത് ആ കാര്യം ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ എക്സ് ഈക്വൽ ടു പ്ലസ് എ എന്ന് കിട്ടിയാൽ അത് ഒരു എക്സ്ട്രീം പോയിന്റ് ആണ്. എക്സ് ഈക്വൽ ടു മൈനസ് എ എന്ന് കിട്ടിയാൽ അത് മറ്റൊരു എക്സ്ട്രീം പോയിന്റ് ആണ്. ഇനി നോക്കും, വേറെ നമുക്ക് ഇക്വേഷൻസ് വരാവുന്നത് ഇങ്ങനെയാണ്. ഒരു ഇക്വേഷൻ എ സൈൻ ഒമേഗ ടി. മറ്റ് ഇക്വേഷൻക്ക് പോകുന്നതിന് മുമ്പ് ഇത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നറിയണമെങ്കിൽ, സ്റ്റാർട്ടിംഗ് പൊസിഷൻ എങ്ങനെയാണ് അറിയണമെങ്കിൽ എപ്പോഴും കണ്ടീഷൻ ഇതാണ്, പുട്ട് ടി ഈക്വൽ ടു 0. സ്റ്റാർട്ടിംഗ് പൊസിഷൻ അറിയണമെങ്കിൽ ടൈമിന് എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. അപ്പോൾ എക്സ് ഈക്വൽ ടു ഇവിടെ ടിക്ക് 0 കൊടുത്താൽ സൈൻ 0 എന്ന് വരും. സൈൻ 0 എത്രയാ? 0. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താ കിട്ടുക? 0. അത് എവിടുന്നാണ് തുടങ്ങിയത്? മീൻ പൊസിഷൻ എന്നാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പൊസിഷൻ അറിയാൻ പുട്ട് ടി ഈക്വൽ ടു 0 അത് മാത്രം ചെയ്താൽ മതി. ഇനി നോക്കിയാൽ നിങ്ങൾ, ഞാൻ അടുത്ത് നോക്കൂ. ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നത് എ കോസ് ഒമേഗ ടി അല്ലേ? ഇത് നിങ്ങൾക്ക് ആദ്യം അറിയാം. ഇത് എവിടുന്നാണ് തുടങ്ങുന്നത്? എക്സ്ട്രീം എന്നാണ്. അത് എവിടുന്നാണ് തുടങ്ങിയത് എന്നറിയാൻ എന്താ ചെയ്യണ്ടേ? പുട്ട് ടി ഈക്വൽ ടു 0. ടി 0 കൊടുത്താൽ എക്സ് ഈക്വൽ ടു എ കോസ് 0 എത്രയാ? 1. കോസ് 0 1 ആണ്. അപ്പോൾ അത് എവിടുന്നാണ് തുടങ്ങിയത്? പ്ലസ് എയിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രീം പൊസിഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? റെഡി. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കുക. സ്റ്റാർട്ടിംഗ് പൊസിഷൻ അറിയണമെങ്കിൽ പുട്ട് ടി ഈക്വൽ ടു 0. ഞാനൊരു ഇക്വേഷൻ എഴുതാം. എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 3. സ്റ്റാർട്ടിംഗ് പൊസിഷൻ അറിയണം. പുട്ട് ടി ഈക്വൽ ടു 0. ടി ഈക്വൽ ടു 0 കൊടുത്താൽ എ സൈൻ ഓഫ് മൈനസ് പൈ ബൈ 3 എന്നാ വരിക. സൈൻ 60 എത്രയാ? √3/2 ആണ്. സൈൻ മൈനസ് 60യോ? മൈനസ് √3/2. അപ്പോൾ മൈനസ് എ √3/2 എന്ന പൊസിഷനിൽ നിന്നാണ് ആ എസ് എച്ച് എം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ ഞങ്ങൾ അത് ഞാൻ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. നോക്കൂ, ഇങ്ങനെ സംഭവം. ഇതാണ് നമ്മുടെ സർക്കിളെങ്കിൽ ഇതാണ് മീൻ പൊസിഷൻ. അങ്ങോട്ട് പ്ലസും ഇങ്ങോട്ട് മൈനസും ആണെങ്കിൽ ഇതാവാം മൈനസ് എ ഇൻറ്റു √3/2. അപ്പോൾ അവിടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റാർട്ടിംഗ് പൊസിഷൻ കിട്ടി. മീനും അല്ല എക്സ്ട്രീമും അല്ല. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ, നമുക്ക് എങ്ങനെയൊക്കെ വരാം. എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് വരാം അല്ലെങ്കിൽ മൈനസ് വരാം. എന്നിട്ടൊരു ആംഗിൾ വേറെയും ഉണ്ടാവും. അത് ഞാൻ 5 കൊടുത്തു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടാം. പ്ലസ് ആയിട്ട് വരാം, മൈനസ് ആയിട്ട് വരാം, അതിനപ്പുറത്തൊരു ആംഗിൾ ഉള്ളതായിട്ടും വരാം. അപ്പോൾ അതിനെ ജനറലി നമ്മൾ കാണിക്കുന്നത് എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 ആണ്. ഇതേപോലെ എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 ആണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് തുടങ്ങി എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് ടി ഈക്വൽ ടു 0 കൊടുത്താൽ മതി. എന്നിട്ട് എന്താണോ എക്സ് കിട്ടിയത് ആ പോയിന്റിൽ നിന്നായിരിക്കും ആ എസ് എച്ച് എം തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇക്വേഷൻ വരിക? ഡിസ്പ്ലേസ്മെൻറ്റിന് ഇക്വേഷൻ ഒന്നുകിൽ എ സൈൻ ഒമേഗ ടി. ഇത് എവിടുന്നാണ് തുടങ്ങിയത്? മീൻ പൊസിഷൻ എന്നാണ്. അടുത്തത് എക്സ് ഈക്വൽ ടു ആരാ? എ കോസ് ഒമേഗ ടി. അത് എവിടുന്നാണ് തുടങ്ങുന്നത്? എക്സ്ട്രീം പൊസിഷൻ എന്നാണ്. അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എങ്ങനെ വരാം? എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 വരാം. അത് എവിടുന്നാണ് തുടങ്ങുന്നത്? ഇൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിനും മീൻ പൊസിഷനും ഇടയിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അടുത്തത് എക്സ് ഈക്വൽ ടു ആരാ? എ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഇൻ ബിറ്റ്വീൻ തുടങ്ങുമ്പോഴും
അങ്ങനെയും ഇക്വേഷൻ വരാം. അപ്പോൾ 4 ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞാൽ, ഒന്ന് എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി, അടുത്തത് എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി, അടുത്തത് എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5, അടുത്തത് എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഇൻ ബിറ്റ്വീന് തുടങ്ങുന്നതിന് ഞാനൊരു സർക്കിളിൽ കാണിക്കുകയാണെങ്കിൽ നോക്കിയാൽ, ഇതാണ് ആ സർക്കിളെങ്കിൽ ഇതാണ് എക്സ്ട്രീം എന്ന് നമുക്കറിയാം. സപ്പോസ് ഇവിടുന്നാണ് തുടങ്ങിയതെങ്കിൽ ഇവിടെ ടി ഈക്വൽ ടു 0 എന്നല്ല ഞാൻ കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടാണ് ഇത് നിൽക്കുന്നത് 5. അങ്ങനെ ആ എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് ഓൾറെഡി ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇവിടെ എത്തി. അപ്പം ഞാൻ അതിനെ ടി ഈക്വൽ ടു ടി എന്ന് കൊടുക്കും. അത് ഇവിടെ തിരിഞ്ഞതാണ് ഒമേഗ ടി. അപ്പോൾ ഈ എക്സ്ട്രീമിൽ നിന്ന് ടോട്ടൽ ആംഗിൾ എത്രയാണ് തിരിഞ്ഞ്? ഒമേഗ ടി പ്ലസ് 5 ആണ്. അങ്ങനെയാണ് പ്ലസ് 5 വരുന്നത്. അങ്ങനെ ഓൾറെഡി എത്ര ആംഗിൾ ആണോ തിരിഞ്ഞിരിക്കുന്നത് ആ ആംഗിളിനെ ഞാൻ 5 എന്ന് വിളിക്കും. ആ 5-നുള്ള പേരാണ് ഇനീഷ്യൽ ഫേസ്. ഇനീഷ്യലി എത്ര ആംഗിൾ ആണോ മാറി നിൽക്കുന്നത് ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫേസ് എന്ന് വിളിക്കുക. എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ടോട്ടൽ എത്ര തിരിഞ്ഞു? ഒമേഗ ടി പ്ലസ് 5 തിരിഞ്ഞു. അതാണ് ഫേസ് എന്ന് വിളിക്കുക. അപ്പോൾ ഫേസ് നമ്മൾ ഇനി ഒരുപാട് കാണും. ആ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫേസ് എന്ന് വിളിക്കുന്നത്. ഇനീഷ്യലി എത്ര തിരിഞ്ഞിരിക്കുന്നുണ്ട് അതാണ് 5. അതാണ് ആര്? ഇനീഷ്യൽ ഫേസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ മൈനസ് വരുന്നത് ഇങ്ങനെയാണ്. ഓൾറെഡി അത് ഇവിടെയാണെന്ന് കരുതുക. അപ്പോൾ ഒരു 5 ആംഗിൾ ഇവിടെയാണ്. അത് തിരിഞ്ഞ് ഇവിടെ എത്തി. അപ്പോൾ ഇവിടുന്നാണ് തിരിച്ചിൽ തുടങ്ങിയത്. അപ്പോൾ ഇത് ടോട്ടലാണ് ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ് വരിക? ഇത് വരിക ഒമേഗ ടി മൈനസ് 5 ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഒമേഗ ടി മൈനസ് 5 എന്ന ഇക്വേഷൻ വരും. അപ്പോൾ ഒമേഗ ടി പ്ലസ് 5 വരുന്നത് നിങ്ങൾ കണ്ടു, അതേപോലെ ഒമേഗ ടി മൈനസ് 5 വരുന്നതും കണ്ടു. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ ചോദ്യം വരും. അത് നമുക്ക് ആ കാര്യം പറയുമ്പോൾ മനസ്സിലാവണം. ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 എന്ന് പറയുന്നത് ആരാണ്? ഫേസ് ആണെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന പേരെന്താണ്? ഫേസ് ആണെങ്കിൽ 5 എന്ന് പറയുന്ന ആളാരാ? ഇനീഷ്യൽ ഫേസ് ആണ്. ഇതാണ് നമ്മൾ ഇക്വേഷനിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. എന്തായിരുന്നു മെയിൻ പൊസിഷൻ തുടങ്ങുമ്പോൾ? എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി, എക്സ്ട്രീം എന്നോ എ കോസ് ഒമേഗ ടി. ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ രണ്ട് വിധത്തിൽ വരാം. എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ആരാ 5 എന്ന് പറഞ്ഞാൽ? ഇനീഷ്യൽ ഫേസ് ആണ്. ആരാണ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5? അതാണ് ഫേസ് എന്ന് പറയുന്ന ആൾ കേട്ടോ. നമുക്കിപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അതുപയോഗിച്ചിട്ട് വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടെത്തലാണ് നമ്മുടെ പരിപാടി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെലോസിറ്റി ഈക്വൽ ടു ആരാണ്? dx/dt ആണ്. അപ്പോൾ അവിടെ ഡെറിവേറ്റീവ് എടുക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ ഞാൻ ഓരോ ഡെറിവേറ്റീവ് പറയുകയാണ്. y ഈക്വൽ ടു സൈൻ ടി ആണെങ്കിൽ dy/dt അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് ടി ആയിരിക്കും. സൈൻ ടിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? കോസ് ടി ആണ്. അതേപോലെ y ഈക്വൽ ടു സൈൻ 2t ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുന്ന സമയത്ത് dy/dt ഈക്വൽ ടു അതിൻ്റെത് കോസ് എന്ന് പറഞ്ഞാൽ കോസ് 2t ഡിവൈഡഡ് ബൈ 2. ആ ടീൻ്റെ കൂടെ വന്ന കോൺസ്റ്റൻ്റ് ഏതോ അതുകൊണ്ട് നമ്മൾ ഡിവിഷൻ അല്ല ഇൻറ്റു ഡിവിഷൻ നമുക്ക് വരും ഇൻ്റഗ്രേഷനിലാണ്. 2 ഇൻറ്റു കോസ് 2t എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നിങ്ങൾ y ഈക്വൽ ടു സൈൻ 3t ആണ് എന്ന് കരുതുക. സൈൻ 3t ആണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് വരിക dy/dt ഈക്വൽ ടു ആ ടീൻ്റെ കൂടെയുള്ള നമ്പർ ആരാ? 3 ഇൻറ്റു കോസ് 3t എന്നാണ് ആൻസർ വരിക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണെന്ന് കരുതുക. എക്സ് ഈക്വൽ ടു 3 സൈൻ 3t.
അപ്പോൾ ഇതിന് dx/dt എടുക്കുന്ന സമയത്ത് ആദ്യമുള്ള 3 അവിടെ ഉണ്ടാവും, കോൺസ്റ്റൻ്റ് ആണ്. sin 3t അവിടുത്തെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് cos 3t. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഡെറിവേറ്റീവ് കാണുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ് നോക്കാം. ഇപ്പോൾ x cos t ആണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത് dx/dt മൈനസ് sin t ആണ് കോസിൻ്റെ ഡെറിവേറ്റീവ് വരിക. അപ്പോൾ x നോക്കിയാൽ നിങ്ങൾ cos 3t ഒന്ന് പറയും, dx/dt മൈനസ് ആ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും sin 3t എന്നാണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? മൈനസ് സൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ x 5 cos 4t dx/dt ആ 5 അതുപോലെ വെച്ച് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു മൈനസും കൂടെ ഉണ്ട്, 5 × 4 sin 4t എന്നാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് വരിക. അപ്പോൾ ഇതാണ് നമുക്ക് ഡെറിവേറ്റീവ് കാണാനുള്ള രീതി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. സൈനിൻ്റെ ഡെറിവേറ്റീവ് ആരാ? കോസാണ്. അതേപോലെ കോസിൻ്റെ ഡെറിവേറ്റീവ് ആരാ? മൈനസ് സൈനാണ്. സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസും കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈനും. ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ വരുമ്പോൾ x sin 3t + 5, അവിടെ ആ ടീൻ്റെ അപ്പുറത്തേക്ക് വന്ന ഒരു കോൺസ്റ്റൻറ്റ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഡെറിവേറ്റീവ് വരിക, ടീൻ്റെ കൂടെ 3 വന്നു, സൈൻ ആകുമ്പോൾ കോസ് 3t + 5, ആ മുകളിലുള്ള അതേപോലെ എഴുതിയാൽ മതി. ഇതാണ് നമുക്ക് ഡെറിവേറ്റീവ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ആളുകളുടെയും വെലോസിറ്റി കാണാൻ പറ്റും. നോക്കിയാൽ നിങ്ങൾ x a sin ωt, ഇതെപ്പോഴാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുക? മെയിൻ പൊസിഷൻ എന്ന് തുടങ്ങുമ്പോഴാണ് അല്ലേ? ഇതിൻ്റെ വെലോസിറ്റി അറിയണമെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എ കോൺസ്റ്റൻ്റ് ആണ്, ടീൻ്റെ കൂടെ ഒമേഗ ഉണ്ട്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കോസ് ωt. ഇതാണ് എക്സ്ട്രീം പൊസിഷൻ എന്ന് തുടങ്ങുമ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും നമുക്ക്. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നിങ്ങൾ x a cos ωt, ഇതെപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? എക്സ്ട്രീം പൊസിഷൻ തുടങ്ങുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇടുക. എ കോൺസ്റ്റൻ്റ് ആണ്, ടീൻ്റെ കൂടെ ഒമേഗ ഉണ്ട്, കോസ് ആണ്, മൈനസ് വരും, സൈൻ ωt. ഇതാണ് നമുക്ക് എന്ത് വരിക? വെലോസിറ്റിയുടെ ഇക്വേഷൻ വരിക. ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. x a sin ωt ± 5, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വെലോസിറ്റി കിട്ടും. അതെങ്ങനെയാണ് വരിക? എ ഉണ്ട്, ടീൻ്റെ കൂടെയുള്ള ഒമേഗ മൾട്ടിപ്ലൈ ചെയ്തു, സൈൻ ആണെങ്കിൽ അത് കോസാവും, ωt ± 5, വെലോസിറ്റി കിട്ടി. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നിങ്ങൾ ഞാൻ x a cos ωt ± 5 ഇതാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി കാണണമെങ്കിൽ എ അതേപോലെ എഴുതി, ടീൻ്റെ കൂടെയുള്ള ഒമേഗ അതവിടെ എഴുതി കഴിഞ്ഞാൽ കോസ് ഉള്ളതിൻ്റെ ആരാ? മൈനസ് സൈനാണ്, മൈനസ് സൈൻ ωt ± 5. ഇതാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഞാനിപ്പോൾ ചെയ്ത എല്ലാ ഇക്വേഷനിലുള്ളൊരു പ്രത്യേകത എന്താ അറിയോ? വളരെ സിമ്പിളാണ് ഈ ഡെറിവേഷൻ എടുക്കാം നമുക്ക്. x ആദ്യത്തെ ഇക്വേഷൻ ആരാ? a sin ωt. അടുത്തൊരു ഇക്വേഷൻ പറയുക x a cos ωt. അടുത്ത ഇക്വേഷൻ പറയുക x a sin ωt ± 5. അടുത്ത് പറയുക x a cos ωt ± 5. ഇതാണല്ലോ നമുക്ക് വരുന്ന ഇക്വേഷൻ ആണ്. ഇതിനൊക്കെ വെലോസിറ്റി എഴുതുമ്പോൾ നോക്കിയാൽ ആദ്യം എല്ലാവർക്കും ഒരു എ ഒമേഗ ഉണ്ടാവും, ബാക്കിയുള്ള നോക്കിയാൽ ആദ്യം എല്ലാവർക്കും എ ഉള്ള പോലെ വെലോസിറ്റിയിൽ എല്ലാവർക്കും എന്തുണ്ടാവും? എ ഒമേഗ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ആണ് കാണുന്നതെങ്കിൽ അത് മനസ്സിലാക്കുക ആദ്യം. അപ്പോൾ എല്ലാവർക്കും ആദ്യം എന്തുണ്ടാവും? എ ഒമേഗ. സൈൻ ആണെങ്കിൽ ആരാ? കോസ്.
കോസ് ആണെങ്കിലോ മൈനസ് സൈൻ, സൈൻ ആണെങ്കിൽ കോസ്, കോസ് ആണെങ്കിലോ മൈനസ് സൈൻ. അപ്പോൾ ആ വെലോസിറ്റി കാണാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാനൊരു ഇക്വേഷൻ എഴുതാം. നോക്കിയാൽ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. ആരാ വെലോസിറ്റി? എല്ലാത്തിലും എ ഒമേഗ ഉണ്ട്. സൈൻ ആണോ? കോസ് ഒമേഗ ടി. അതായിരിക്കും വെലോസിറ്റീൻ്റെ ഇക്വേഷൻ. അടുത്ത നോക്കിയാൽ എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി. വെലോസിറ്റി ആണോ? തുടക്കത്തിൽ ആരുണ്ടാവും? എ ഒമേഗ. കോസ് ആണോ? മൈനസ് സൈൻ ഒമേഗ ടി. അടുത്ത നോക്കിയാൽ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. നിങ്ങൾക്ക് വേണ്ടത് വെലോസിറ്റി ആണോ? തുടക്കത്തിൽ ആരുണ്ടാവും? എ ഒമേഗ. സൈൻ ആണോ? കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 ആണ് ആൻസർ കിട്ടുക. അടുത്ത എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കാണുമ്പോൾ തുടക്കത്തിൽ ആരുണ്ടാവും? എ ഒമേഗ. കോസ് ആണോ? മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. അപ്പോൾ ഇതാണ് സംഭവം. അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ഇവിടെ നമുക്ക് ഇത്രയേ പ്രശ്നമുള്ളൂ. ഈ ചെയ്തു വന്നപ്പോൾ ആ ഇക്വേഷനിൽ ചില ഇക്വേഷനിൽ നമുക്ക് മൈനസ് വന്നു. എന്താണ് അതിൻ്റെ മീനിങ്? അതിൻ്റെ മീനിങ് ഇതാണ്: ഒരു എസ് എച്ച് എമ്മിലെ പാർട്ടിക്കിള് ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെയാണ് വെലോസിറ്റി വരിക. എക്സും വിയും സെയിം ഡയറക്ഷനിലാണ് വരുന്നത്. ഈ എക്സിൻ്റെ ഇക്വേഷൻ പോസിറ്റീവിലാണ്, വിൻ്റെ ഇക്വേഷനും പോസിറ്റീവിലാണെങ്കിൽ എക്സും വിയും സെയിം ഡയറക്ഷനിലാണ് എന്നർത്ഥം. നിങ്ങൾക്ക് എക്സ് പോസിറ്റീവിലും അതേപോലെ വി നെഗറ്റീവിലുമാണെങ്കിൽ അതിനർത്ഥം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണത് എന്ന്. അപ്പോൾ ആ ബോഡി ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ, അപ്പോൾ നമ്മൾ ആ പൊസിഷൻ പറഞ്ഞാൽ ഇങ്ങോട്ടാണ് ബോഡി പോകുന്നതെങ്കിൽ വെലോസിറ്റി ഉണ്ടാവും. അതാണ് അതിൻ്റെ മീനിങ്. അങ്ങനെയല്ല, പോകുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയാണ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാവും മെഷർ ചെയ്യുക. പോകുന്ന ഡയറക്ഷനിലല്ലല്ലോ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൾവേസ് എവേ ഫ്രം ദ മീൻ പൊസിഷനാണ്. അതാണ് ആ കേസ് വരുന്നത്. അപ്പോൾ എക്സും വിയും ഓപ്പോസിറ്റ് ആണെന്നേ അതിന് മീനിങ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഇക്വേഷൻസും പറയാൻ കഴിയുന്നുണ്ടാവും. ഒന്ന് എക്സ് ഈക്വൽ ടു ആരാ? എ സൈൻ ഒമേഗ ടി. അടുത്തത് പറയുക എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി. അടുത്ത ഇക്വേഷൻ പറയുക എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 ആണ്. അടുത്തത് ആരെയുന്നു? എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. അപ്പോൾ ആ ഇക്വേഷൻസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിരിക്കും. വെലോസിറ്റി പറയുക, തുടക്കത്തിലെല്ലാവരും ആരാ? എ ഒമേഗ. തുടക്കത്തിലെല്ലാവരും ആരാ? എ ഒമേഗ. ആദ്യത്തിൽ ആരാ? എ ഒമേഗ. പ്രാരംഭത്തിൽ ആരാ? എ ഒമേഗ. അങ്ങനെയാണെങ്കിൽ സൈൻ ആണെങ്കിൽ ഇവിടെ ആരാ? കോസ് ഒമേഗ ടി. കോസ് ആണോ? മൈനസ് സൈൻ ഒമേഗ ടി. സൈൻ ആണോ? കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. കോസ് ആണോ? മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഇപ്പോൾ എല്ലാ എസ് എച്ച് എമ്മിൻ്റെയും എക്സിൻ്റെ ഇക്വേഷനും കിട്ടി, വെലോസിറ്റിയുടെ ഇക്വേഷനും കിട്ടി. ആരൊക്കെ കിട്ടി? നമുക്ക് എക്സും കിട്ടി, അതേപോലെ വെലോസിറ്റിയും കിട്ടി. ഇനി നമുക്ക് ഫോഴ്സ് കാണണം. എന്ത് കാണണം? ഫോഴ്സ് അല്ല, അതിനു മുമ്പ് നമുക്ക് ആക്സിലറേഷൻ കാണാം. ആക്സിലറേഷൻ കാണാൻ എന്താ വഴി? ഡി വി ബൈ ഡി ടി ചെയ്താൽ മതി. ഇപ്പം കിട്ടിയ വെലോസിറ്റിയെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആക്സിലറേഷൻ ഈക്വൽ ടു ആരാണ്? ഡി വി ബൈ ഡി ടി. ആക്സിലറേഷൻ ഈക്വൽ ടു ആരാണ്? ഡി വി ബൈ ഡി ടി. അപ്പോൾ നമ്മൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒക്കെ ഒന്ന് എഴുതി നോക്കിയാൽ, ഒന്ന് എ ഒമേഗ കോസ് ഒമേഗ ടി, ഇതാണ് ഒരു ഇക്വേഷൻ. അടുത്ത ആരാ? എ ഒമേഗ മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി, ഇതാണ് ഒരു ഇക്വേഷൻ. അടുത്ത നമുക്ക് പറയാം, ഇതേപോലെയാണ് പ്ലസ് ഓർ മൈനസ് 5 വരുമ്പോൾ. അപ്പോൾ ഇതിൽ ആദ്യമുള്ള ആളുകൾ ആരാ? അത് അതേപോലെ വെച്ചു. ഡെറിവേറ്റീവ് എടുക്കുമ്പോഴേ ആദ്യമുള്ള ആൾ അതേപോലെ വെച്ചു. പീൻ്റെ ഉള്ള ആൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഒമേഗം കൂടെ വരും, അത് എ ഒമേഗ സ്ക്വയർ ആവും. ഇവിടെ അപ്പോൾ തുടക്കത്തിൽ വരുന്ന ആളുകളെ നോക്കാം നമുക്ക്. ആദ്യം എ ഒമേഗ ഉണ്ട്, എന്നിട്ട് ടീൻ്റെ കൂടെയുള്ള ആളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഒമേഗ സ്ക്വയർ.
അപ്പോൾ ആക്സിലറേഷനിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എല്ലാത്തിലും തുടക്കത്തിൽ എന്തുണ്ടാവും? എ ഒമേഗ സ്ക്വയർ. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കാൻ വളരെ സുഖമാണ്. എക്സിൽ എല്ലാത്തിലും തുടക്കത്തിൽ ആരാ? എ. വെലോസിറ്റിയിൽ എല്ലാവരും തുടക്കത്തിൽ ആരാ? എ ഒമേഗ. ആക്സിലറേഷനിൽ എല്ലാത്തിലും തുടക്കത്തിൽ ആരാ? എ ഒമേഗ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് പോവുക. അങ്ങനെയാണെങ്കിൽ ഇനി വളരെ സുഖമാണല്ലോ. നിങ്ങളൊന്ന് നോക്കി നോക്കിയാൽ ഞാനിവിടെ എഴുതാം എക്സ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ പറഞ്ഞോ, എക്സിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞു നോക്കിയാൽ എ സൈൻ ഒമേഗ ടി. എക്സിൻ്റെ അടുത്ത ഇക്വേഷൻ പറയൂ, എല്ലാത്തിലും എ ആദ്യം, എ കോസ് ഒമേഗ ടി. അടുത്ത എക്സ് ഈക്വൽ ടു ആരാ? എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. അടുത്ത ഇക്വേഷൻ പറയൂ, എക്സ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഇതാണ് എക്സിൻ്റെ എല്ലാ ഇക്വേഷൻസും. വെലോസിറ്റി പറയാൻ കഴിയുമല്ലോ. വെലോസിറ്റി ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി. എല്ലാത്തിലും ആദ്യമാരാ? എ ഒമേഗ. ആദ്യമാരാ? എ ഒമേഗ. ഇവിടെയും ആദ്യമാരാ? എ ഒമേഗ. ഇവിടെയും ആദ്യമാരാ? എ ഒമേഗ. അങ്ങനെയാണ് വരിക. അപ്പോൾ ആദ്യത്തിൽ വരുന്നത് ആരാണെന്ന് നമുക്കറിയാം. സൈനാണോ കോസ്? കോസാണോ മൈനസ് സൈൻ ഒമേഗ ടി? സൈനാണോ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5? കോസാണോ മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ വേണം. എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ ആരാ? എ ഒമേഗ സ്ക്വയർ. 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 ഇനി പറഞ്ഞു നോക്കിയാൽ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ. ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട്, അത് ഞാൻ അവിടെ കൊടുത്തു. സൈനിൻ്റെതോ കോസ് ഒമേഗ ടി. ഇവിടെ നോക്കിയാൽ കോസാണ്, അപ്പോൾ ഇവിടെ ആരാ? മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട്, സൈനാണ്, കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഡെറിവേറ്റീവ് അങ്ങനെ എടുത്ത് പോവാ. അപ്പോൾ നമ്മൾക്ക് ആക്സിലറേഷൻ്റെ ഇക്വേഷൻസ് ആയില്ലേ എല്ലാം. ഞാൻ ഓരോ എക്സാമ്പിൾ പറയും, അതിനിങ്ങനെ ഇക്വേഷൻസ് പറഞ്ഞു തരണം. എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. ഇക്വേഷൻ പറയൂ. വെലോസിറ്റി, വെലോസിറ്റീൻ്റെ തുടക്കത്തിൽ ആരാ? എ ഒമേഗ. സൈനാണോ കോസ് ഒമേഗ ടി. ആക്സിലറേഷൻ പറയൂ. തുടക്കത്തിൽ ആരാ? എ ഒമേഗ സ്ക്വയർ. കോസ് ആണോ മൈനസ് സൈൻ ഒമേഗ ടി. അടുത്ത് വേറെ എക്സാമ്പിൾ. അടുത്ത ഇക്വേഷൻ പറയൂ. എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി. വെലോസിറ്റി കാണുമ്പോൾ തുടക്കത്തിൽ ആരാ? എ ഒമേഗ. കോസ് ആണോ മൈനസ് സൈൻ ഒമേഗ ടി. ആക്സിലറേഷൻ തുടക്കത്തിൽ ആരാ? എ ഒമേഗ സ്ക്വയർ. മൈനസ് അതേപോലെ എഴുതി. സൈനിൻ്റെതോ കോസ് ഒമേഗ ടി. ഇതാണ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വരിക. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ അടുത്ത എക്സാമ്പിൾ നോക്കിയാൽ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. വെലോസിറ്റിയുടെ ഇക്വേഷൻ പറയൂ. തുടക്കത്തിൽ ആരാ? എ ഒമേഗ. സൈൻ, സൈനിൻ്റെ ആരാ? കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. അടുത്ത് പറയൂ. ആക്സിലറേഷൻ തുടക്കത്തിൽ ആരാ? എ ഒമേഗ സ്ക്വയർ. എ ഒമേഗ സ്ക്വയർ ആണെങ്കിൽ കോസിൻ്റെ ഡെറിവേറ്റീവ് ആരാ? മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. അപ്പോൾ ഏത് സാധനത്തിനും നമുക്കിപ്പോൾ ആക്സിലറേഷനും കിട്ടും, അതേപോലെ തന്നെ എന്തും കിട്ടും? വെലോസിറ്റിയും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് കണ്ടെത്താൻ പറ്റും നമുക്ക്. ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കാണാൻ വളരെ സിമ്പിളാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ അല്ലേ? ആക്സിലറേഷൻ്റെ ഇക്വേഷൻ കിട്ടിയാൽ അതിൻ്റെ തുടക്കത്തിൽ ആരാ? തുടക്കത്തിൽ എ ഒമേഗ സ്ക്വയർ ഉണ്ട്. ആരുണ്ട്? എ ഒമേഗ സ്ക്വയർ.
ആ എൻ്റെ തുടക്കത്തിൽ എ ഒമേഗ സ്ക്വയർ ഉണ്ട്, എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക മാത്രം ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് എമ്മും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു പുതിയ ആൾ വരും, എം ഒമേഗ സ്ക്വയർ. എന്ത് വരും? എം ഒമേഗ സ്ക്വയർ. ആ എം ഒമേഗ സ്ക്വയറിനെ ഞാൻ വിളിക്കും കെ. എം ഒമേഗ സ്ക്വയറിനെ ഞാൻ എന്താ വിളിക്കുക? കെ. എന്താ വിളിക്കുക? കെ. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ വരിക കെ എ ആണ്. തുടക്കത്തിൽ ആരാ വരിക? കെ എ. പിന്നെ സൈനോ കോസോ ഉണ്ടാവും. എന്താണ് ആക്സലേഷനിൽ അതേപോലെ താഴോട്ട് എഴുതിയാൽ മതി. അപ്പോൾ ആ തുടക്കത്തിൽ എഴുതിയപ്പോൾ ഒന്നും കൂടെ വേണമെങ്കിൽ നോക്കിക്കോ. ഞാൻ എ ഒമേഗ സ്ക്വയർ ആണ് ആക്സിലറേഷനിലുള്ളത്, ഇതാണ് ആക്സിലറേഷനിലുള്ള സാധനം, അതിക്കൊരു മാസം കൂടെ കൂട്ടി. അപ്പോൾ എം ഒമേഗ സ്ക്വയർ വന്നു. ആ എം ഒമേഗ സ്ക്വയറിനെ ഞാൻ എന്ത് വിളിച്ച്? കെ വിളിച്ച്. അപ്പോൾ കെ എ എന്നാ വരിക. അപ്പോൾ തുടക്കത്തിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞു നോക്കിയാൽ എക്സിൻ്റെ തുടക്കത്തിൽ എ, വെലോസിറ്റിയുടെ തുടക്കത്തിൽ എ ഒമേഗ, ആക്സിലറേഷൻ്റെ തുടക്കത്തിൽ എ ഒമേഗ സ്ക്വയർ, ഫോഴ്സിൻ്റെ തുടക്കത്തിൽ കെ എ. ഇതാണ് വരിക. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നോക്കാം. ഞാൻ നോക്കിയാൽ വളരെ സിമ്പിളാണ്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ചിലതിൽ എനിക്ക് മൈനസ് വേണ്ട, മൈനസ് എല്ലാത്തിലും മൈനസ് വന്നിട്ടുണ്ടാവും. മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി എന്ന് കിട്ടിയിട്ടുണ്ടാവും ചിലത്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാൻ എം എ കൊടുക്കണം. അപ്പം എനിക്ക് വരിക തുടക്കത്തിൽ ആരാ? കെ എ. മേലത്ത് അതേപോലെ എഴുതുക. എന്നിട്ട് മൈനസ് കെ എ കോസ് ഒമേഗ ടി. കാരണം ഇവിടെ ഡിഫറൻഷ്യൽ ഒന്നുമില്ല, എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം എങ്ങനെ എഴുതുക? ഒരു ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നോക്കിയാൽ മൈനസ്, ആക്സിലറേഷൻ എല്ലാത്തിലും എന്തുണ്ടാവും? മൈനസ്. അതിൻ്റെ കാരണം ഞാൻ പറയാം. മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി എന്നൊരു ഇക്വേഷൻ വരും. മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. അപ്പോൾ ഫോഴ്സ് കിട്ടാൻ അതേപോലെ എടുത്തെഴുതുക. തുടങ്ങുന്ന ആൾ കെ എ എന്ന് കൊടുക്കുക, സൈൻ ഒമേഗ ടി. അരക്കെ എം ഒമേഗ സ്ക്വയർ. കെ ആരാ? എം ഒമേഗ സ്ക്വയർ. ആക്സിലറേഷൻ നോക്കിയാൽ മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഇതിൻ്റെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഈക്വൽ ടു അതേപോലെ എടുത്ത് എഴുതുക. തുടക്കത്തിൽ എന്ത് കൊടുക്കുക? കെ എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഇതാണ് നമുക്ക് വരിക. അപ്പോൾ എല്ലാത്തിൻ്റെ ഇക്വേഷൻ കിട്ടിയപ്പോൾ നമ്മൾക്ക് എക്സിൻ്റെ ഇക്വേഷൻ കിട്ടി, വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടി, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ കിട്ടി, ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടി. അത് ഓരോന്നും എഴുതി പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. ഇനി നോക്കൂ, ഞാൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കാണാൻ പോവാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കാണണമെങ്കിൽ വളരെ സിമ്പിളാണ്. അപ്പോൾ എസ് എച്ച് എമ്മിലുള്ള ബോഡിക്കൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും. ആ കൈനറ്റിക് എനർജി കാണണമെങ്കിൽ ഹാഫ് എം വി സ്ക്വയറിൽ കൊടുത്താൽ മതി. ഹാഫ് എം വി സ്ക്വയറിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ വേണം. വി ഏതൊക്കെ രീതിയിലാണ് വന്നത്? തുടക്കത്തിൽ ആരായിരുന്നു വിൻ്റെ? എ ഒമേഗ സൈൻ ഒമേഗ ടി. ഇങ്ങനെ ഒരു ആൻസർ ഇല്ലേ? ഉണ്ട്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഹാഫ് എം എ സ്ക്വയർ ഒമേഗ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് വരും. അതിൽ എം ഒമേഗ സ്ക്വയർ കണ്ടങ്ങൾ, എം ഒമേഗ സ്ക്വയർ അത് കെ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയാൽ എന്തായിട്ടാണ് മാറുക? ഹാഫ് കെ എ സ്ക്വയർ. അതാണ് തുടക്കത്തിൽ വരിക. അപ്പോൾ ആദ്യം വരുന്ന ആളാരാ? ഹാഫ് കെ എ സ്ക്വയർ. പിന്നെ ആരായിരിക്കും? സൈൻ സ്ക്വയർ വരാം, കോസ് സ്ക്വയർ വരാം, ഏതും വരാം. അത് ഓരോ ഇക്വേഷൻ അനുസരിച്ച് മാറും. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ തുടക്കത്തിൽ ആരാ? ഹാഫ് കെ എ സ്ക്വയർ. ഒന്ന് പറഞ്ഞു നോക്കിയാൽ എക്സിൻ്റെ തുടക്കത്തിൽ എ, വെലോസിറ്റിയുടെ തുടക്കത്തിൽ എ ഒമേഗ, ആക്സിലറേഷൻ്റെ തുടക്കത്തിൽ എ ഒമേഗ സ്ക്വയർ, ഫോഴ്സിൻ്റെ തുടക്കത്തിൽ കെ എ, കൈനറ്റിക് എനർജിയുടെ തുടക്കത്തിൽ ഹാഫ് കെ എ സ്ക്വയർ. ഹാഫ് കെ എ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇതാണ് തുടക്കത്തിൽ വരുന്നുണ്ടാവുക. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻസ് ഒക്കെ ഏത് വിധത്തിലാണ് വരിക നോക്കിക്കട്ടോ. ഒന്ന് ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടിയിൽ വരും.
അടുത്തൊരു ഇക്വേഷൻ പറഞ്ഞു നോക്കാം. കൈനറ്റിക് എനർജിയുടെ വരാൻ സാധ്യതയുള്ള ഇക്വേഷൻ തുടക്കത്തിൽ എപ്പോഴും ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി. അടുത്തൊന്ന് പറയാൻ പറ്റും വരാൻ സാധ്യതയുള്ളത് കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. അടുത്ത് പറയാൻ പറ്റൂ കൈനറ്റിക് എനർജി ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഇതാണ് ഇക്വേഷൻ വരാൻ സാധ്യത. ഈ 4 ഇക്വേഷൻ. അപ്പോൾ എല്ലാത്തിനും ഏതിൻ്റെങ്കിലുമൊക്കെ താഴെ വെലോസിറ്റി ഏതിലാണോ നോക്കിയാൽ കൈനറ്റിക് എനർജി ഏതിലാന്ന് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ എക്സ് വി എ എഫ് കൈനറ്റിക് എനർജി ഇതുവരെ എത്തി നിൽക്കുകയാണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി കാണാനുണ്ട്. പൊട്ടൻഷ്യൽ എനർജി കാണണമെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. ആദ്യം എഫ് ഈക്വൽ ടു എക്സിൻ്റെ ഇക്വേഷൻ എ സൈൻ ഒമേഗ ടി ആണെങ്കിൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ പറയുക എ ഒമേഗ കോസ് ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ പറയുക മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ പറയുക മൈനസ് കെ എ സൈൻ ഒമേഗ ടി. ആരാ എ സൈൻ ഒമേഗ ടി? അത് എക്സ് ആണ്. അപ്പോൾ എഫിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? മൈനസ് കെ എക്സ് എന്ന് എഴുതാം. എഫിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? മൈനസ് കെ എക്സ് എന്ന് എഴുതാം. എഫിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? മൈനസ് കെ എക്സ് എന്ന് എഴുതാം. എഫിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാന്നാ പറഞ്ഞേ? മൈനസ് കെ എക്സ് എന്ന് എഴുതാം. ഞാനത് എസ് എച്ച് എമ്മിൻ്റെ ഒരു ബോഡിയിൽ നോക്കാം. ഞാൻ ഒരു ബോഡി ഇങ്ങോട്ട് എക്സ് നീക്കിയാൽ ആ സ്പ്രിങ് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കും. ആ സ്പ്രിങ് കൊടുക്കുന്ന ഫോഴ്സാണ് മൈനസ് കെ എക്സ്. ആ സ്പ്രിങ് കൊടുക്കുന്ന ഫോഴ്സാണ് ആര്? മൈനസ് കെ എക്സ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്താലേ അത് നീങ്ങുള്ളൂ. അപ്പൊ സ്പ്രിങ് കൊടുത്ത ഫോഴ്സാണ് ആര്? മൈനസ് കെ എക്സ്. അപ്പൊ ഞാൻ എക്സ്റ്റേണലി കൊടുത്ത ഫോഴ്സ് ആരാവും? പ്ലസ് കെ എക്സ് ആവും. എക്സ്റ്റേണലി കൊടുത്ത ഫോഴ്സ് അങ്ങോട്ടാവണം, എന്നാലല്ലേ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോഴാണ് സ്പ്രിങ് ഇങ്ങോട്ട് വലിക്കുക. അപ്പൊ സ്പ്രിങ് കൊടുത്ത ഫോഴ്സ് ആരാണെങ്കിൽ മൈനസ് കെ എക്സ് ആണെങ്കിൽ എക്സ്റ്റേണലി ഞാൻ കൊടുത്ത ഫോഴ്സ് ആരാവും? കെ എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പൊ നോക്കിയാ ഞങ്ങള് എഫ് സ്പ്രിങ് എത്രയാ? മൈനസ് കെ എക്സ്. എഫ് എക്സ്റ്റേണൽ എത്രയാ? പ്ലസ് കെ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഞാൻ ചെയ്ത വർക്ക് എന്തോ അതാണ് ആ സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതാണ് ആ എസ് എച്ച് എമ്മിന്റെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് യു കാണണമെങ്കിൽ വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ് കണ്ടാൽ മതി. വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ് എങ്ങനെയാ കാണുക? എഫ് ഡോട്ട് ഡി എക്സ്. ആരാണ് എഫ് എക്സ്റ്റേണൽ? കെ എക്സ് ഡി എക്സ്. അതിലാരാ കോൺസ്റ്റന്റ്? കെ. എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രൽ ആരാ? എക്സ് സ്ക്വയർ ബൈ 2. അപ്പൊ എന്താ കിട്ടുക? ഹാഫ് കെ എക്സ് സ്ക്വയർ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ വരിക? ഹാഫ് കെ എക്സ് സ്ക്വയർ. എന്താ വരിക? ഹാഫ് കെ എക്സ് സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ വരിക? ഹാഫ് കെ എക്സ് സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ വരിക? ഹാഫ് കെ എക്സ് സ്ക്വയർ. എക്സ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വന്നു? എ സൈൻ ഒമേഗ ടി. അപ്പൊ ഞാൻ പൊട്ടൻഷ്യൽ എനർജി പറയുക. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ പറയും എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. അപ്പൊ തുടക്കത്തിൽ ആരാ? ഹാഫ് കെ എക്സ് സ്ക്വയർ എ സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനിൽ തുടക്കത്തിൽ ആരുണ്ടാവും? ഹാഫ് കെ എ സ്ക്വയർ. എക്സിന്റെ തുടക്കത്തിൽ ആരാ? എ. വെലോസിറ്റിയുടെ തുടക്കത്തിൽ ആരാ? എ ഒമേഗ. ആക്സിലറേഷന്റെ തുടക്കത്തിൽ ആരാ? എ ഒമേഗ സ്ക്വയർ. ഫോഴ്സിന്റെ തുടക്കത്തിൽ ആരാ? കെ എ. കൈനറ്റിക് എനർജിയുടെ തുടക്കത്തിൽ ആരാ? ഹാഫ് കെ എ സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജിയുടെ തുടക്കത്തിൽ ആരാ? ഹാഫ് കെ എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻസ് എങ്ങനെയൊക്കെയാ വരിക? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നോക്കിയാൽ ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി വരും.
പൊട്ടൻഷ്യൽ എനർജിയുടെ അടുത്ത് വരാനുള്ള ഇക്വേഷൻ സാധ്യത പറയുക ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി. അടുത്ത ഇക്വേഷൻ പറയൂ ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. അടുത്ത് പറയൂ ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഇതാണ് വരിക. അപ്പോൾ നോക്കിയാൽ ഞങ്ങൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ വരും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ടേബിളാണ്. ആ ടേബിളിൽ എഴുതുന്ന സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ ടേബിളിൽ എഴുതിയിട്ട് പഠിക്കണം. നോക്കിക്കോട്ടോ, ഞാനിവിടെ ഇങ്ങനെ ടേബിൾ എഴുതിയിട്ടുണ്ടാവും. അത് എഴുതുന്നത് ഓരോന്നും കിട്ടണം. എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി, അടുത്തത് എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി, അടുത്തത് എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 ആണ്. അടുത്തത് എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഇതാണ് എക്സിൻ്റെ ഇക്വേഷൻസ്. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ അല്ലേ, തുടക്കത്തിൽ ആര് വേണം, എ ഒമേഗ കോസ് ഒമേഗ ടി. ഇതിൻ്റെ വെലോസിറ്റിയോ മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി. ഇതിൻ്റെ വെലോസിറ്റിയോ എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഇതിൻ്റെ വെലോസിറ്റിയോ മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഈ ടേബിള് എഴുതാൻ അറിയണം, എന്നാൽ വളരെ നന്നായി. അപ്പോൾ ആക്സിലറേഷൻ്റെ ഇക്വേഷനോ മൈനസ് എ ഒമേഗ സ്ക്വയർ ആണ് ആദ്യം എല്ലാത്തിലും, കോസ് ആണെങ്കിൽ സൈൻ ഒമേഗ ടി. ഇവിടെ ആക്സിലറേഷനോ മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. ഇവിടെ ആക്സിലറേഷനോ മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഇതിലെല്ലാത്തിലും എങ്ങനെ മൈനസ് വന്നതെന്ന് ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നോക്കുക. ഇവിടെ ആരാ മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഇനി എല്ലാത്തിൻ്റെയും ഫോഴ്സ് എഴുതാം. ആരാ ആദ്യത്തിൽ മൈനസ് കെ എ സൈൻ ഒമേഗ ടി. അടുത്ത എഫ് ആരാ മൈനസ് കെ എ കോസ് ഒമേഗ ടി. അടുത്ത എഫ് ആരാ മൈനസ് കെ എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. അടുത്ത എഫ് ആരാ മൈനസ് കെ എ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഇതാണ് വരിക. അപ്പോൾ കൈനറ്റിക് എനർജി എഴുതണം. അത് എഴുതുമ്പോൾ തുടക്കത്തിൽ ആരാ ഹാഫ് കെ എ സ്ക്വയർ. ഇനി വെലോസിറ്റി നോക്കുക, കോസാണ്, കോസ് സ്ക്വയർ ഒമേഗ ടി. അടുത്ത കൈനറ്റിക് എനർജി തുടക്കത്തിൽ ആരാ ഹാഫ് കെ എ സ്ക്വയർ. അതിൽ വെലോസിറ്റി നോക്കുക, സൈനാണ്, സൈൻ സ്ക്വയർ ഒമേഗ ടി. അടുത്ത കൈനറ്റിക് എനർജി ഹാഫ് കെ എ സ്ക്വയർ. വെലോസിറ്റി നോക്കുക, കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. അടുത്ത കൈനറ്റിക് എനർജി ആരാ ഹാഫ് കെ എ സ്ക്വയർ തുടക്കത്തിൽ അല്ലേ. ഇനി വെലോസിറ്റി നോക്കുക, സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. പൊട്ടൻഷ്യൽ എനർജി നോക്കുക. പൊട്ടൻഷ്യൽ എനർജി നോക്കുമ്പോൾ തുടക്കത്തിൽ ആരാ ഹാഫ് കെ എ സ്ക്വയർ. എന്നിട്ട് എക്സ് നോക്കുക, അതിൻ്റെ സ്ക്വയർ. എക്സ് നോക്കുക, അല്ലെങ്കിൽ നേരെ മേലത്ത് നോക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് കൊടുക്കുക. കോസാണോ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്നാണ് കിട്ടുക പൊട്ടൻഷ്യൽ എനർജി. മേലത്ത് നോക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹാഫ് കെ എ സ്ക്വയർ. സൈൻ സ്ക്വയർ ആണോ കോസ് സ്ക്വയർ ഒമേഗ ടി. അടുത്തതൊക്കെ അങ്ങനെ എഴുതി പോവാം. ഈ ടേബിൾ മുഴുവനായിട്ട് എഴുതാൻ അറിയണം, വളരെ നല്ലതാവും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, അടുത്ത ഒരു കാര്യം കൂടെ, ടോട്ടൽ എനർജി കാണണം. ടോട്ടൽ എനർജി കാണണമെങ്കിൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. അതിലൊരു എക്സാമ്പിൾ എടുത്തു നോക്കിയാൽ ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ആണ് ഒന്നെങ്കിൽ അടുത്തത് ആരാവും കോസ് സ്ക്വയർ ഒമേഗ ടി ആണ്. ഇതിൽ ഹാഫ് കെ എ സ്ക്വയർ കോമൺ എടുക്കാം. അത് കോമൺ എടുത്താൽ പിന്നെ വരിക സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എന്നാണ്. അത് എത്രയാണ് 1 ആണ്. അപ്പോൾ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താ ഹാഫ് കെ എ സ്ക്വയർ ആണ്.
ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ ആരാണ്? ഹാഫ് കെ എ സ്ക്വയർ. എവിടുന്ന് തുടങ്ങുമ്പോൾ, എവിടുന്ന് തുടങ്ങിയാലും ശരി ടോട്ടൽ എനർജി ആരായിരിക്കും? ഹാഫ് കെ എ സ്ക്വയർ ആയിരിക്കും. ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ് ആണ്. ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് കെ എ സ്ക്വയർ. കെ ഈക്വൽ ടു ആരാ? കെ ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആണ്. കെ ഈക്വൽ ടു ആരാണ്? എം ഒമേഗ സ്ക്വയർ ആണ് കേട്ടോ, ഓർത്ത് വെക്കുക. അപ്പോൾ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് കെ എ സ്ക്വയർ ആണ്.